അപ്പോൾ ഡ്രിങ്കും കഴിക്കാൻ സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞാനിവിടെ എന്നൊരു പാർക്കിൽ പോവാണ്. ഈ പാർക്കിൽ ഇപ്പോൾ വരാനുള്ള മെയിൻ ഉദ്ദേശം ഇതാണ് ചെറിയ ബ്ലോസം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഇതിങ്ങനെ കാണാൻ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. എനിക്ക് ഇനി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് ദൂരെ പോയി എടുക്കാൻ പേടിയായതുകൊണ്ട് അതിന് പറ്റിയില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് നല്ല കാറ്റടിക്കും. അപ്പോൾ ഈ പെറ്റൽസൊക്കെ നമ്മുടെ ഫേസിൽ വന്ന് ഇങ്ങനെ പോകും. അതാണ് ഇവിടെ ഏറ്റവും ഭംഗി. ഞാനവിടെ നിന്ന് ആ വൈബൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് പിന്നെ ഇവിടെ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. സ്പ്രിങ്ങും സമ്മറൊക്കെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുന്ന കാര്യമാണ് പിക്നിക്കിന് പോവൽ. ഇങ്ങനെ ഫുഡ് ഐറ്റംസും ഗെയിംസും കാര്യങ്ങളൊക്കെ എടുത്ത് പാർക്കിൽ പോയി ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. ഞാൻ വന്നപ്പോൾ കളറിംഗ് ബുക്കും സ്കെച്ചൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ വീട്ടിൽ ജസ്റ്റ് സ്ട്രെസ് റിലീഫിന് വേണ്ടി മേടിച്ച് വെച്ചതായിരുന്നു. ഇവിടെ വരുമ്പോൾ എന്തോ എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പീസ്ഫുള്ളായിരുന്ന കളറൊക്കെ ചെയ്യട്ടെ. ഹായ്, ഞാനപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ മേടിക്കാം. ഇവിടെ നല്ല ഫ്ലവേഴ്സൊന്നും ഇല്ല, നല്ലതൊക്കെ തീർന്നിട്ടുണ്ട് തോന്നണില്ല. ഇതൊക്കെ സെയിം ഒരേപോലെ തന്നെയാണ്. ഏതെടുക്കും ഇത് കൊള്ളാമല്ലേ, ഇതെടുത്താലോ? വേണ്ട, ഇതെടുക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഇതെടുക്കാം. ഇനി എന്തെങ്കിലും ചെറിയ സ്വീറ്റ്സ് കൂടെ എടുക്കാം. ഒരു ചോക്ലേറ്റ് ബാർ എടുക്കാം. ഇതും ഏതെടുക്കും? ഞാൻ ഇതെടുത്തു. ഞാനും ഇവളും നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സിന് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ 5 വർഷം ഒപ്പം പഠിച്ചതാണ്. ഞങ്ങൾ ഏകദേശം സെയിം ഇയറിനാണ് ഇങ്ങോട്ടും വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. വർഷത്തിൽ ഒരിക്കലാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാറ്. എപ്പോഴും പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ ഓരോ കാരണത്തിലും അത് മാറി പോവും. ഇപ്പോൾ ഫൈനലി ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. അങ്ങനെ ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് നമ്മളെപ്പോഴും മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പ്രിങ് ആയതുകൊണ്ട് ഈ വിസ്തീരിയ ഫ്ലവർ നമുക്കിവിടെ അധിക സ്ഥലത്തും ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പടർന്ന് നിൽക്കണ കാണാൻ വേണ്ടിയിട്ട്. ഈ ജാക്കറ്റിന് വെറും 50,000 രൂപയുള്ളൂ. ഇത് ശരിക്കുള്ള സ്കിന്നുകൊണ്ട് ഉണ്ടാക്കാൻ തോന്നണം, പക്ഷേ ശരിക്കും അനിമൽ സ്കിന്നാണെങ്കിൽ ഇത് 50,000 രൂപയ്ക്ക് കിട്ടുമോ? ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഈ മാർക്കറ്റിൽ ഫുള്ള് ഇങ്ങനത്തെ കുറേ വിൻറ്റേജ് ഐറ്റംസ് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ മെയിനായിട്ട് കുറേ ബുക്ക് സ്റ്റോൾസ് ഉണ്ട്. വേറെ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ബാഗ്സ്, ക്വിൽറ്റഡ് ജാക്കറ്റ്സിൻ്റെ സ്റ്റോറൊക്കെ നമുക്കധികം കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ പൊട്ടാറ്റോൻ്റെ ഒരു ഐറ്റം വാങ്ങി ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ നല്ല കഫേസ് ഉണ്ട്, നല്ല പേസ്ട്രീസ്, നല്ല ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നല്ല നല്ല കഫേസ് ഉണ്ട് ഇതിന് ചുറ്റും. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഏകദേശമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യുന്നില്ല പ്ലാനിലായി. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് ഇവിടെ അടുത്തൊരു ഹില്ലുണ്ട്, അവിടെ പോയിട്ട് സൺസെറ്റ് കാണാമെന്ന്. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ഇല്ല. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിഷമത്തിലായിരുന്നു. ഇതിൻ്റെ ആ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് നല്ല സിറ്റി വ്യൂ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ മേലുള്ളൊരു തിരക്ക് നോക്ക്. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ എവിടെയെങ്കിലും ഇറങ്ങാൻ വേണ്ടി നിൽക്കായിരിക്കും. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് നോക്ക്, വ്യൂ കാണാൻ ഏത് തിരക്കിലോ വേണമെങ്കിലും ഞാൻ നിൽക്കും. ഈ സൺസെറ്റിൻ്റെ ടൈമിൽ ആ സണ്ണിൻ്റെ ഗോൾഡൻ കളറൊക്കെ ഈ ബിൽഡിങ്ങിൽ ഹിറ്റ് ചെയ്തിട്ട് വരുന്ന റിഫ്ലക്ഷനും എല്ലാം കൂടെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
ഏതൊക്കെ സ്കൈ സ്ക്രാപ്പേഴ്സാണ് നമുക്ക് കാണാൻ പറ്റണേ, ഏതൊക്കെ പ്രൊവിൻസിലാന്നുള്ള ഗൂഢമായ ചർച്ചയിലാണ് ഞങ്ങൾ രണ്ടാളും. അങ്ങനെ ലാസ്റ്റ് കണ്ടപ്പോൾ തൊട്ട് പിന്നീട് ഒരു വർഷം ഉണ്ടായ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ ഇരിക്കാനുണ്ടായേ.